ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 5, 6 കൂടെ ചെയ്യാൻ പോവാണ്. നമുക്ക് പെട്ടെന്ന് എക്സസൈസ് എല്ലാം ചെയ്ത് തീർക്കാം. ഓക്കെ, വെൻ എ ഇസ് ഈക്വൽ ടു 0, ബി ഇസ് ഈക്വൽ ടു -1, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ എക്സ്പ്രഷൻ. നമുക്ക് എയുടെ വാല്യൂം ബിയുടെ വാല്യൂം തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ എക്സ്പ്രഷനായിട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ വാല്യൂസ് ഫസ്റ്റ് വൺ 2a + 2b. ഒന്നുമില്ല, എയുടെയും ബിയുടെയും സ്ഥാനത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് വൺ 2 into 0, then plus 2 into b. How much is b? -1. Then 2 into 0, it is 0. Either സംഖ്യ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0. Then next one 2 into 1, 2. What is the sign? Here +2 and here -1. Plus and minus. When we multiply plus into plus and minus, the answer is -2. Then 0 - 2, answer is -2. അല്ലേ? അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്ര നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇത് പ്ലസ്, ഇത് മൈനസ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, 2-ൽ നിന്ന് 0 കുറച്ചു, എന്നിട്ട് വലുതിന്റെ സൈൻ -2 ആൻഡ് ദ ലാർജസ്റ്റ്. നെക്സ്റ്റ് വൺ 2a² + b² + 1. എത്ര വരും? 2 into a. How much is a? 0² plus b -1 the whole square plus 1 equal 2 into 0. When we multiply 0 with any number, the answer become 0. Then -1 square. What is the answer? 1 square means 1. When here it is even number, 2 is even number, then the minus sign become plus. അല്ലേ? ഈവൻ നമ്പറിനെയാണ് നമ്മൾ പവർ ചെയ്യുന്നെങ്കിൽ, സോറി, ഈവൻ നമ്പറാണ് പവറായിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ മൈനസ് സൈൻ പ്ലസ് ആയിട്ട് മാറും. ദെൻ +1 ഈക്വൽ 1 + 1 ഇറ്റ് ഈസ് 2. എളുപ്പമല്ലേ? സിമ്പിളാണ് കേട്ടോ. ഒന്നുമില്ല, 0യും -1ഉം വാല്യൂ ഇട്ടിട്ട് കൊടുത്തങ്ങ് പോയാൽ മതി. തേർഡ് വൺ, ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ ചില വലുതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ആൻസർ ആണ് ഏറ്റവും എളുപ്പം. ഞാൻ പറഞ്ഞായിരുന്നു, എവിടെയെങ്കിലും 0 വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടേമിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആൻസർ 0 കൊടുത്താൽ മതിയേ. 2 into a. എത്രയാണ്? 0² into -1 ഫസ്റ്റ് ടേം. ദെൻ പ്ലസ് സൈൻ 2 into a. 0 into -1 in the square സെക്കൻഡ് ടേം ആയി, പ്ലസ് എത്രയായിരുന്നു? 0 into -1. ഇവിടെ 0 ഉണ്ട്, അപ്പം 0 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പം 0, ഇവിടെ 2 into 0 into -1 സ്ക്വയർ, ഇവിടെ 0 ഉള്ളതുകൊണ്ട് ഇതും 0 ആകും. 0 into -1 ഇത് 0 ആകും. ദ ആൻസർ ഈസ് 0. അതാ ഏറ്റവും വലിയ ക്വസ്റ്റ്യനും ഏറ്റവും സിമ്പിൾ കാൽക്കുലേഷനും അല്ലേ? മാത്സ് അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണെങ്കിൽ ആൻസർ സിമ്പിൾ ആയിരിക്കും. a² + ab + 2. നെക്സ്റ്റ് വൺ എത്രയാണ്? 0യുടെ സ്ക്വയർ plus a. 0 into -1, then +2. Here also 0² 0. 0 into -1 0 plus 2. The answer is 2. Simple അല്ലേ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ഫസ്റ്റ് വൺ. ക്വസ്റ്റ്യൻ x + 7 + 4 into x - 5. അതിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ. ഇത് ഇച്ചിരി വലിയ എക്സ്പ്രഷൻ ആണെന്ന്. ഇതിലൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിന് വില കൊടുക്കാൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ 3 ടേംസ് ആണ്. x 7 4 into x - 5. നമ്മൾ അതിനൊന്ന് സിമ്പിൾ ആക്കാൻ പോവാണ്. ആദ്യം x ഒറ്റയ്ക്ക് കിടക്കുന്നു, അത് എഴുതി. 7 ഒറ്റയ്ക്ക് കിടക്കുന്നു, അത് എഴുതി. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഈ ടേമിന് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. 4 കൊണ്ട് ആദ്യം എക്സിന്, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാൻ പോവാണ്. ആദ്യം 4 into x, സൈൻ പിന്നെ കൊടുക്കാം നമുക്ക്. 4 into x, ദാറ്റ് ഈസ് 4x. സൈൻ എന്നാ വരും? 4ഉം പ്ലസ് എക്സും പ്ലസ്, അപ്പൊ x പ്ലസ് ഇൻറ്റു പ്ലസ്, ആൻസർ പ്ലസ്. കണ്ടോ സൈൻ കൊടുക്കുന്നത്? ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് 4 into 5 ആ. 4 into 5 20. സൈൻ കൊടുത്തില്ല, +4, ഹിയർ -5. പ്ലസ് ഇൻറ്റു മൈനസ്, ആൻസർ മൈനസ്. കണ്ടോ? ഇനി നമുക്ക് എക്സ് ടേം എല്ലാം കൂടെ ഒരുമിച്ച് സിമ്പിൾ ആക്കണ്ടേ? അപ്പൊ എക്സ് എല്ലാം കൂടെ ഒരുമിച്ച് +1x + 4x. അപ്പൊ എത്രയാ? 4 + 1 5x. ഇവിടെ നോക്കിയേ, +7 -20. പ്ലസ് മൈനസ് കൂടെ വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ, സബ്ട്രാക്ഷൻ 13. വലുതാരാണ്? മൈനസ്.
അപ്പൊ ആൻസർ കിട്ടി 5x മൈനസ് 30. നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇനി നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കാൻ പോവാണ്. 5x മൈനസ് 13 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് എത്ര 2 അല്ലേ, മൈനസ് 13. 5 ഇൻറ്റു 2 10 മൈനസ് 13. ഹിയർ ഓൾസോ പ്ലസ് 10 മൈനസ് 13. നമ്മൾ സബ്ട്രാക്ട് ചെയ്യും അല്ലേ, പ്ലസ് മൈനസ് വന്ന സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് 3. വലുതിന്റെ സൈൻ ആരാണ് -3. അത്രയേ ഉള്ളൂ. ഇതാണ് സിംപ്ലിഫൈ ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് എന്ത് ചെയ്യാനാണെന്ന് ഓർക്കല്ലേ, വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. 3 ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 5x മൈനസ് 7. ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 3 ഇൻറ്റു എക്സ് 3x. ഇവിടെയും പ്ലസ് ആണ് ഇവിടെയും പ്ലസ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. അടുത്തത് 3 ഇൻറ്റു 2 6. ഇവിടെയും പ്ലസ് ആണ് ഇവിടെയും പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു പ്ലസ് 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 എളുപ്പമായിപ്പോയി അല്ലേ. ഇനി ഇതെല്ലാം ഓരോ ടേമേ ഉള്ളൂ, അതതുപോലെ എഴുതി. നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യണ്ടേ, അപ്പൊ എക്സ് എല്ലാം ഒരുമിച്ച് പ്ലസ് 3x പ്ലസ് 5x. 2 പ്ലസ് വന്നാൽ ആഡ് ചെയ്യുന്നു. 5 പ്ലസ് 3 8x. ആൻസർ പ്ലസ് തന്നെ. ഇത് നോക്കിയാൽ ഇനി കോൺസ്റ്റന്റുകൾ പ്ലസ് 6 മൈനസ് 7. എന്ത് ചെയ്യും, പ്ലസ് മൈനസ് വന്നാൽ വി ഹാവ് ടു സബ്ട്രാക്ട്. 7 മൈനസ് 6 എത്രയാണ് 1. ദെൻ ലാർജർ സൈൻ, ലാർജർ 7 അല്ലേ, -1. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ദെൻ വി ഹാവ് ടു അപ്ലൈ വാല്യൂ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 2 അല്ലേ. 8x എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 2 മൈനസ് 1. 8 ഇൻറ്റു 2 16 മൈനസ് 1. പ്ലസ് മൈനസ് സബ്ട്രാക്ട് ചെയ്യുന്നു. വലുതിന്റെ സൈൻ 16, വലുത് 16, therefore sign is plus. Plus 15. സ്പീഡ് കൂടുതലാണോ? ഇത്രയും സ്പീഡിൽ പറയാം, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ 2 ടേമേ ഉള്ളൂ, 6xും 5 ഇൻറ്റു എക്സ് മൈനസ് 2 ഉള്ളു. അപ്പൊ 6x ആദ്യം ഞാൻ എഴുതി, പ്ലസ് നമുക്ക് മുമ്പത്തെ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5 ഇൻറ്റു എക്സ് 5x. സൈൻ ഇപ്പോഴും എഴുതുന്നില്ല, നിങ്ങൾ തന്നെ പറയണം എന്താണ്, ഇതും പ്ലസ് ഇതും പ്ലസ്. ആൻസർ പ്ലസ്. ഇനി നെക്സ്റ്റ് വൺ 5 ഇൻറ്റു 2 10 അല്ലേ. സൈൻ പറ, പ്ലസ് 5 മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് എത്രയാണ് മൈനസ്. ഓക്കെ, ഇനി എക്സ് എല്ലാം ഒരുമിച്ച് പ്ലസ് 6x പ്ലസ് 5x എത്ര വരും 11x മൈനസ് 10. വേറെ 10ന് വേറെ ടേമില്ല. അപ്പൊ നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കാം. 11x മൈനസ് 10 is equal to 11 into 2 മൈനസ് 10. 11 into 2 എത്രയാണ് 22 മൈനസ് 10 പ്ലസ് 22 മൈനസ് 10. We have to subtract. എത്ര വരും സബ്ട്രാക്ട് വരുമ്പോൾ 12. വലുതിന്റെ സൈൻ 22, അതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും പ്ലസ് തന്നെ ആയിരിക്കും. അപ്പം തേർഡ് വൺ ചെയ്തു, 6x പ്ലസ് ചെയ്തു. ഇനി അടുത്തത് ഏതാണ്, ഫോർത്ത് വൺ. 2x മൈനസ് 1 നമ്മൾ 4d ആണ് ചെയ്യുന്നത്. 4x മൈനസ് 1 പ്ലസ് 3x പ്ലസ് 11. ഓക്കെ, ഇവിടെ 3 ടേംസ് ഉണ്ട്. 4 ഇൻറ്റു 2x മൈനസ് 1 ഫസ്റ്റ് ടേം, 3x is the second term, 11 is the third term. നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പോവാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ആദ്യം 4 ഇൻറ്റു 2x എത്രയാണ്, ആദ്യം 4 ഇൻറ്റു 2 8x. രണ്ടും പ്ലസ് ആണ്, ഒരു കുഴപ്പമില്ല, പ്ലസ്. ഇനി 4 ഇൻറ്റു 1 4 പ്ലസ് 4 മൈനസ് 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇപ്പൊ പഠിച്ചില്ലേ പ്ലസും മൈനസും ഒക്കെ നിങ്ങൾ. ഇനി അടുത്ത പ്ലസ് 3x കിടക്കുന്നു, പ്ലസ് 11 കിടക്കുന്നു. ഓക്കെ, എക്സ് ടേം എല്ലാം ഒരുമിച്ച് പ്ലസ് 8x പ്ലസ് 3x എത്ര വരും 11x. ഇനി കോൺസ്റ്റന്റ് മൈനസ് 4 11, ഒരു പ്ലസും ഒരു മൈനസും. എന്ത് ചെയ്യും, മൈനസ് ചെയ്യണം അല്ലേ. എത്ര പോകും 7 അല്ലേ. 7 11 മൈനസ് 4 7. ലാർജർ സൈൻ എത്രയാണ് പ്ലസ് 11 അല്ലേ വലുത്. അപ്പൊ 11x പ്ലസ് 7. അപ്പൊ നമ്മൾ അടുത്ത വാല്യൂ കൊടുക്കാൻ പോവാണ്. എക്സിന്റെ വാല്യൂ 11x പ്ലസ് 7 is equal to 11 into 2 plus 7 that is equal to 22 plus 7
29 പ്ലസ് 29 അല്ലേ? എളുപ്പമാണ്, ഒന്നുമില്ല. നിങ്ങൾ പ്ലസ് മൈനസ് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. മക്കളെല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കണം. അല്ലാതെ വായിച്ച് പഠിക്കലേ, ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യും, നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.